സഹോദരി സഹോദരന്മാർ, ഇവിടെ പ്രസ്താവിച്ചതുപോലെ 2021 മെയ്യിലാണ് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നത്. അതിൻ്റെ 4 വർഷം പൂർത്തിയാകും. അതിൻ്റെ ഭാഗമായാണ് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. 5ാമത്തെ ജില്ലയിലാണ് ഇന്ന് നമ്മൾ പരിപാടി നടത്തിയത്. യഥാർത്ഥത്തിൽ 2021 അധികാരത്തിൽ വന്ന ഗവൺമെൻറ് എല്ലാവർക്കും അറിയാവുന്നതുപോലെ 2016 അധികാരത്തിൽ വന്ന ഗവൺമെൻറ്റിൻ്റെ തുടർച്ചയാണ്. 2016 കേരളത്തിൻ്റെ സാഹചര്യം എല്ലാവർക്കും ഓർമ്മയിലുണ്ടാവും. കടുത്ത നിരാശ ആളുകളിലാകെ ഉയർന്നൊരു കാലമായിരുന്നു. നാടിനെക്കുറിച്ച്, നാടിൻ്റെ ഭാവിയെക്കുറിച്ച് കാലാനുസൃതമായ വികസനവും പുരോഗതിയും ഉണ്ടാകാത്തതിനെക്കുറിച്ചൊക്കെ കടുത്ത നിരാശയിലായിരുന്നു നമ്മുടെ നാടൻ ജനങ്ങൾ. അതിൻ്റെ ഭാഗമായി ഇവിടെയൊന്നും നടക്കില്ല, ഒരു മാറ്റവും എൻ്റെ നാട്ടിൽ സംഭവിക്കില്ല, ഇതിങ്ങനെയായിപ്പോയി. ഇങ്ങനെ നിരാശ കൊണ്ട വചനങ്ങളായിരുന്നു എല്ലായിടവും എല്ലാവരിൽ നിന്നും കേൾക്കാൻ കഴിഞ്ഞിരുന്നു. അത് കണക്കിലെടുത്താണ് ആ കാലത്ത് കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാൻ ഉദ്ദേശിക്കുന്നു എന്നതിനെക്കുറിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളുടെ മുന്നിൽ ഒരു പ്രകടന പത്രിക അവതരിപ്പിച്ചുകൊണ്ട് നാടിൻ്റെ മാറ്റത്തിൻ്റെതായ വാഗ്ദാനങ്ങൾ മുന്നോട്ട് വെച്ചു. അത് ജനങ്ങൾ അംഗീകരിച്ചു. LDFനെ അധികാരത്തിലേറ്റി. ആ സർക്കാർ 5 വർഷം പൂർത്തിയാക്കി. നമ്മുടെ നാടിൻ്റെ സമീപകാല ചരിത്രം ഒരു ടേം ഒരു മുന്നണി, അടുത്ത ടേം മറ്റൊരു മുന്നണി, ഈ നില കുറച്ചു കാലമായി നമ്മുടെ നാട്ടിൽ തുടരുകയാണ്. പക്ഷേ ജനങ്ങൾ 5 വർഷക്കാലം 2016 മുതൽ 2021 വരെ നാട് ഭരിച്ച LDF തന്നെ തുടർ ഭരണം നടത്തണം എന്ന് തീരുമാനിച്ചതിൻ്റെ ഭാഗമായി 2021 തെരഞ്ഞെടുപ്പിൽ തുടർ ഭരണം LDFന് സമ്മാനിച്ചു. അങ്ങനെ നോക്കിയാൽ 9 വർഷം 2016 തൊട്ട് 9 വർഷം പൂർത്തിയാകും. 10ാമത്തെ വർഷത്തിലേക്ക് കടന്നു. ഇവിടെ ഒട്ടേറെ പ്രചരണങ്ങൾ പല രീതിയിൽ ഉയർന്നു വരുന്നുണ്ട്. ആ പ്രചരണങ്ങളുടെ
ആകെ കാര്യങ്ങളിലേക്ക് ഇപ്പം ഞാൻ വിശദമായി പോകുന്നില്ല. നമ്മുടെ നാടിന് നല്ലത് സംഭവിച്ചാൽ ആ നല്ലത് അംഗീകരിക്കാൻ വിഷമമുള്ള ഒരു കൂട്ടർ ഇവിടെയുണ്ട്. മാത്രമല്ല, ഇപ്പോൾ നാട്ടില് മാറ്റങ്ങളൊന്നും ഉണ്ടാകരുത്, പുരോഗതി ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്നവരും നാട്ടിലുണ്ട്. ഇത് 2016 മുതൽ നാം കാണുന്നൊരു കാര്യമാണ്. ഇപ്പോൾ വേണ്ട, പിന്നെ എപ്പോഴാണ്? ഇപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പം തന്നെ ചെയ്യണം. കാരണം കാലം മുന്നോട്ട് പോവുകയാണ്, അതാരെയും കാത്തു വെക്കില്ല. ഇപ്പം നാം നേടേണ്ട നേട്ടങ്ങൾ ഇപ്പം നേടിയില്ലെങ്കിൽ നമ്മൾ പുറകോട്ടായി പോവുകയാണ്. ആ പുറകോട്ടാവുക എന്ന് പറയുമ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങൾ, കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങൾ, ലോകത്താകെ നടക്കുന്ന വികസനം, പുരോഗതി, അതിനനുസൃതമായി കാലാനുസൃതമായി നമ്മളും പുരോഗതി നേടുന്നുണ്ട്. ഇപ്പോൾ വേണ്ട എന്ന് ധരിക്കുന്നവര് ആ വികസനത്തെയും പുരോഗതിയാണല്ലോ തടയുന്നത്. ഇവിടെ അത്തരത്തിൽ ഒരുപാട് ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നാം ഒരു താരതമ്യ പഠനത്തിലേക്ക് കടക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. വളരെ വിശദമായി ഈ കാര്യങ്ങളിലേക്ക് പോയാൽ നിങ്ങളുടെ സംസാരിക്കേണ്ട സമയം കുറഞ്ഞു പോകും. നമുക്കൊരു മണിയാവുമ്പോൾ ഈ പരിപാടി അവസാനിപ്പിക്കണം. അപ്പോൾ പറയാനുള്ള കാര്യങ്ങൾ ഈ ആമുഖ ഭാഷത്തിൽ ചുരുക്കി പറയാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മുടെ സംസ്ഥാനത്തെ യുവജനങ്ങൾ വലിയ തോതിൽ ആഗ്രഹിക്കുന്ന ഒരു രംഗമാണ് IT രംഗം വികസിക്കുക എന്നത്. ഇവിടെ വളരെ നേരത്തെ കേരളത്തിലാണ് IT രംഗത്ത് ഫലപ്രദമായ മുൻകൈ ഉണ്ടായത്. രാജ്യത്താദ്യമായി ടെക്നോ പാർക്ക് നമ്മളാണ് സ്ഥാപിച്ചത്. പക്ഷേ അതിനനുസൃതമായ പുരോഗതി നേടാൻ കഴിഞ്ഞു എന്ന് അവകാശപ്പെടാൻ നമുക്ക് പറ്റില്ല. 2016 നമ്മുടെ IT പാർക്കുകളിൽ 640 കമ്പനികളാണ് ഉണ്ടായത്. അതിപ്പോ 1106 കമ്പനികളായി വർദ്ധിപ്പിക്കാൻ കഴിയും. ഇത് കാണിക്കുന്നത് നല്ല മാറ്റം, പുരോഗതി ഈ മേഖലയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. 2016 സർക്കാർ IT പാർക്കുകളിൽ തൊഴിലെടുത്തിരുന്നതിൽ 78,068 പേരാണ്. ആ 78,068 പേര് ഇപ്പോ 1,48,000 വർദ്ധിച്ചിട്ടുണ്ട്. നമ്മുടെ മൊത്തം IT കയറ്റുമതി അത് 2016 34,123 കോടി രൂപയുണ്ടായിരുന്നു.
ഇപ്പോൾ 90,000 കോടി രൂപയുടെ കയറ്റുമതിയാണ്. 34ന്റെ സ്ഥാനം 90ആയി. ഇവിടെ സ്റ്റാർട്ടപ്പുകളുമായി ബന്ധപ്പെട്ട് രാജ്യവും ലോകവും കേരളം നല്ല പുരോഗതി നേടുന്നു എന്നാണ് കണക്കാക്കുന്നത്. 2016ന്റെ അവസ്ഥ എടുത്താൽ 300 സ്റ്റാർട്ടപ്പുകളാണ്. ഇപ്പോഴത് 6300. വലിയ തോതിലാണ് സ്റ്റാർട്ടപ്പിൻ്റെ വികസനം നടന്നിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി സംസ്ഥാനത്തുണ്ടായ നിക്ഷേപം 5800 കോടി രൂപയാണ്. തൊഴിലവസരം 60,000. സ്റ്റാർട്ടപ്പുകളുടെ പറുദീസയായാണ് കേരളത്തെ മറ്റുള്ളവർ കണക്കാക്കുന്നത്. നമ്മൾ ഇതിൽ ഇനിയും മുന്നോട്ട് പോകണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. 2026 ആകുമ്പോൾ 15,000 സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാകണമെന്നാണ് നാം ലക്ഷ്യമിടുന്നത്. ഇപ്പോഴത്തെ 6300 15,000 വർദ്ധിപ്പിക്കും. നമ്മുടെ സംസ്ഥാനത്ത് ഈ ഘട്ടത്തിൽ 1,00,000 തൊഴിലവസരത്തിലേക്ക് വർദ്ധിപ്പിക്കാനാകണമെന്ന് ഉദ്ദേശിക്കുന്നു. ഇപ്പോൾ 60,000 അത് 1,00,000 മാറ്റണം എന്നും നമ്മൾ ഉദ്ദേശിക്കും. ഇവിടെ കേരളം ഈ കാലയളവിൽ രാജ്യത്തിന് തന്നെ മാതൃകയാകത്തക്ക രീതിയിലുള്ള ഒട്ടേറെ സംരംഭങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 9 വർഷമെടുത്താൽ അത്തരത്തിലുള്ള നിരവധി സംരംഭങ്ങൾ കാണാൻ നമുക്ക് സാധിക്കും. അതിലൊന്നാണ് രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി. അതോടൊപ്പം തന്നെ ഡിജിറ്റൽ സയൻസ് പാർക്ക്, അതും രാജ്യത്തെ ആദ്യത്തേതാണ്. ഇവിടെ ഗ്രിഫീൻ ഇന്നൊവേഷൻ സെന്റർ, കൊച്ചിയിലെ വാട്ടർ മെട്രോ, തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി, ഇതെല്ലാം യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കും. രാജ്യത്തിന് തന്നെ മാതൃകയാകും വിധമാണ് ഇത്തരം കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിവേഗതയിൽ പൂർത്തിയാകാനിരിക്കുന്ന ഒന്നാണ് ഇന്റർനാഷണൽ ആയുർവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അതിൻ്റെ 1ാം ഘട്ടം പൂർത്തിയാകാൻ പോകുന്നു. ജിനോം ഡാറ്റാ സെന്റർ, മെഡിക്കൽ ടെക്നോളജി കൺസോർഷ്യം, ഇവയെല്ലാം അതിൻ്റെതായ ഒരുക്കത്തിൽ നിൽക്കുകയാണ്. കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുകയാണ്. അതോടൊപ്പം തന്നെ മൈക്രോബയോ, ന്യൂട്രാസ്യൂട്ടിക്കൽസ്, ഈ മേഖലകളിൽ ഓരോ മികവിൻ്റെ കേന്ദ്രം സ്ഥാപിക്കാനുള്ള നടപടികളാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് 3 സയൻസ് പാർക്കുകൾ നടപ്പാക്കാൻ നമ്മൾ ഉദ്ദേശിക്കുകയാണ്.
അതിൽ 600 കോടി രൂപയുടെ നിക്ഷേപമാണ് ഈ 3 സയൻസ് പാർക്കുകൾക്ക് കൂടിയുണ്ടാകുന്നത്. കേരളം ഈ രൂപത്തിൽ പരിശോധിച്ചാൽ ഒരു ആധുനിക വിജ്ഞാന ഉൽപാദനത്തിൻ്റെ കേന്ദ്രമായി മാറുകയാണ്. നേരത്തെ തന്നെ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൽ നല്ല വളർച്ച നമുക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് നിലനിർത്തിക്കൊണ്ട് ഹാർഡ്വെയറിലും സോളാർ പാനലിലും ലിഥിയം ബാറ്ററിയിലുമൊക്കെ കടന്ന് അവയുടെയെല്ലാം ഉൽപാദനം യാഥാർത്ഥ്യമാക്കാനാണ് നാം ശ്രമിക്കുന്നത്. നമ്മുടെ സംസ്ഥാനം വ്യാവസായിക രംഗത്ത് നേരത്തെ പുറകിൽ നിന്നും സംസ്ഥാനമാണ്. 2016 വ്യാവസായിക വളർച്ച 12%. ഇപ്പോൾ 17% ഉയരാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. മാനുഫാക്ചറിംഗ് സെക്ടർ 2016 സംഭാവന ചെയ്തത് 9.8%. ഇപ്പോഴത് 16% ഉയർന്നിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനം വ്യവസായ സൗഹൃദമല്ല എന്ന പൊതുവായൊരു പരാതിയും ആക്ഷേപവും ഉണ്ടായിരുന്നു. 2016 അധികാരത്തിൽ വന്നതിന് ശേഷം സർക്കാർ ഈ നില മാറ്റുന്നതിന് വേണ്ടിയുള്ള നല്ല ശ്രമമാണ് നടത്തുന്നത്. വിശദമായ പരിശോധനയിലേക്ക് കടന്നു. അപ്പോൾ ചില നിയമങ്ങൾ മാറേണ്ടതുണ്ട് എന്നുള്ളത്. അതിൻ്റെ ഭാഗമായി തന്നെ ചില ചട്ടങ്ങളിൽ മാറ്റം വരേണ്ടതുണ്ട് എന്നുള്ളത്. അവയെല്ലാം നാം പൂർത്തിയാക്കി. നിയമങ്ങൾ ഭേദഗതി ചെയ്തു. അതിൻ്റെ ഭാഗമായുള്ള പുതിയ ചട്ടങ്ങൾ കൊണ്ടുവരും. ഒരു പ്രത്യേകമായ മാനസിക നില പലയിടങ്ങളിലായിട്ടുണ്ടായിരുന്നു. ആ മാനസിക ഘടനയിലും മാറ്റം വരണമായിരുന്നു. അതിനുള്ള ഇടപെടൽ നടത്തും. അതിൻ്റെ എല്ലാം ഭാഗമായാണ് നമ്മുടെ സംസ്ഥാനം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ അതിൻ്റെ റാങ്കിങ്ങിൽ ടോപ്പ് അച്ചീവിംഗ് പദവിയിലേക്ക് എത്തി. ഇന്ത്യയിൽ 1ാം സ്ഥാനത്തേക്ക് നാം ഉയർന്നു. ഇപ്പോൾ വ്യവസായങ്ങൾക്ക് ഇവിടെ കഴിയാവുന്നത്ര വേഗതയിൽ ആരംഭിക്കാൻ പറ്റുന്ന സാഹചര്യം ഒരുക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുകയാണ്. ഒരു സംരംഭക വർഷ പദ്ധതി ഈ ഘട്ടത്തിലാണ് നാം നടപ്പാക്കിയത്. അത് കേന്ദ്ര സർക്കാർ രാജ്യത്തോട് പറഞ്ഞത് MSME മേഖലയിലെ ബെസ്റ്റ് പ്രാക്ടീസാണ് ഈ സംരംഭങ്ങൾ എന്നാണ്. ഈ കഴിഞ്ഞ മാർച്ച് വരെ 3.5 ലക്ഷത്തിലധികം സംരംഭങ്ങളാണ് സംസ്ഥാനത്തുണ്ടായത്. 23,000 കോടിയുടെ നിക്ഷേപം, 7.5 ലക്ഷത്തിലധികം തൊഴിലവസരങ്ങൾ. പക്ഷേ നമ്മുടെ നാടിൻ്റെ പ്രത്യേകത നമുക്കറിയാം. സംരംഭങ്ങൾ എന്ന് പറയുമ്പോൾ ഇത്തരം സംരംഭങ്ങൾ തുടങ്ങിയാൽ അപൂർവം ചിലതിന് ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ചില തിരിച്ചടികൾ വന്നു. അതിൻ്റെ ഭാഗമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അത് പക്ഷേ ഒറ്റപ്പെട്ടതാണ്. പക്ഷെ നമ്മുടെ ചിലർക്ക് ആ
ഒറ്റപ്പെട്ട കാര്യമാണ് വലിയ തോതിൽ പ്രചരിപ്പിക്കാൻ താല്പര്യം. ഇതാ സംരംഭക പദ്ധതി ആകെ തകരാറായിരിക്കുന്നു. അതിൻ്റെ ഉദാഹരണമാണ് ഇവിടെ ഈ കാണുന്നത് എന്ന് പറയാനാണ് ചിലർക്ക് താല്പര്യം. പക്ഷേ അവര് മറക്കുന്ന കാര്യം 23,000 കോടിയുടെ നിക്ഷേപവും 7 ലക്ഷത്തിലധികം തൊഴിലവസരങ്ങൾ ഇതിൻ്റെ ഭാഗമായി സംസ്ഥാനത്ത് വന്നു എന്നുള്ളത്. മാത്രമല്ല, അവയിൽ നല്ല നിലക്ക് പ്രവർത്തിക്കുന്നവയെ കൂടുതൽ മെച്ചപ്പെട്ട തലത്തിലേക്ക് ഉയർത്തുന്നതിനുള്ള നടപടികൾ, അതിനുള്ള പ്രോത്സാഹനങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ഇതിൻ്റെ എല്ലാം തുടർച്ചയായാണ് നാം കൊച്ചിയിൽ നിക്ഷേപ സംഗമം സംഘടിപ്പിച്ചത്. ആ നിക്ഷേപ സംഗമത്തിൽ വലിയ താല്പര്യത്തോടെയാണ് വിവിധ വ്യവസായ സ്ഥാപനങ്ങൾ പങ്കെടുത്തു. ഒട്ടേറെ പ്രമുഖ സ്ഥാപനങ്ങൾ, അവയുടെ പ്രതിനിധികൾ പങ്കെടുക്കുകയുണ്ട്. അവര് 1.5 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം ഈ കേരളത്തിൽ നടത്തുമെന്ന് വാഗ്ദാനം നൽകി. എല്ലാം കൂടി 1.5 ലക്ഷം കോടി രൂപ. അതിൻ്റെ ഭാഗമായുള്ള നിക്ഷേപ താല്പര്യ പത്രം അവര് ഒപ്പുവെക്കുകയും ചെയ്യും. ഇവിടെ ആ പരിപാടി അതോടെ ഉപേക്ഷിക്കുകയല്ല. ആ പരിപാടിയുടെ ഭാഗമായി താല്പര്യപത്രം ഒപ്പിട്ട സ്ഥാപനങ്ങളെ നിരന്തരമായി ബന്ധപ്പെടാൻ, അതിൻ്റെ ഭാഗമായി തുടർ നടപടികൾ സ്വീകരിക്കാൻ ഒരു ഫാസ്റ്റ് ട്രാക്ക് സംവിധാനം തന്നെ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അതിലുണ്ടാകുന്ന പുരോഗതിയും നാടിനെ അറിയിക്കുന്ന നില സ്വീകരിച്ചാണ് സർക്കാർ പോകുന്നത്. ഇവിടെ വ്യവസായങ്ങൾക്ക് അനുമതിക്കായി വല്ലാതെ കാത്തിരിക്കേണ്ടി വന്നിരുന്നുമുണ്ട്. ആ കാലതാമസം ഒഴിവാക്കുന്നതിനാണ് നിയമങ്ങൾ ഭേദഗതി ചെയ്യുന്നത്, ചട്ടങ്ങൾ ഭേദഗതി ചെയ്യുന്നത്. ഇപ്പോ ഒരു സിംഗിൾ വിൻഡോ ക്ലിയറൻസ് അതിവേഗതയിൽ അനുമതി നൽകുന്ന KSIFT എന്ന സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുക. അതേപോലെ തന്നെ നിലവിലുള്ള വ്യവസായ സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പരാതികളുണ്ടായി. അത് കണക്കിലെടുത്താണ് KSIS എന്ന ഒരു ഓൺലൈൻ സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ നിലവിലുള്ള സ്ഥാപനങ്ങൾക്ക് സഹായകമായ നിലപാട്, പുതിയ സ്ഥാപനങ്ങൾ വരാൻ പ്രോത്സാഹജനകമായ നിലപാട്, ഇതാണ് സർക്കാർ സ്വീകരിക്കുന്നത്. നിസാനെയും എയർബസിനെയും പോലെയുള്ള വൻകിട ബഹുരാഷ്ട്ര കമ്പനികൾ നമ്മുടെ സംസ്ഥാനത്തേക്ക് ഈ കാലയളവിൽ വന്നു എന്നുള്ളതും നാം കാണേണ്ട കാര്യമാണ്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പ്രത്യേകത, ഇവിടെ രാജ്യത്തിനകത്ത് ദാരിദ്ര്യം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമാണ് കേരളം. നമ്മുടെ
ഇന്ത്യ രാജ്യം ദരിദ്രാവസ്ഥ പരിശോധിച്ചാൽ ലോകരാഷ്ട്രങ്ങളുടെ പട്ടിക അടയാളപ്പെടുത്തിയപ്പോൾ 105-ാം സ്ഥാനത്താണ്. പിന്നെ വളരെ കുറച്ച് രാഷ്ട്രങ്ങളെ നമ്മുടെ പുറകിൽ കണക്കാക്കി. നാം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ തൊട്ടുകിടക്കുന്ന നമ്മുടെ അയൽ രാഷ്ട്രങ്ങൾ ഒന്നുപോലും നമ്മുടെ പുറകിലില്ല. അവരെല്ലാം നമ്മുടെ എത്രയോ മുന്നിൽ. ആ രാജ്യത്താണ് ദാരിദ്ര്യം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമായി കേരളം നിൽക്കുന്നത്. ഇതിനിടയാക്കിയത് പൊതുവിതരണ രംഗത്ത് നാം സ്വീകരിച്ച നടപടികൾ തന്നെയാണ്. പൊതുവിതരണ രംഗത്ത് UDFന്റെ കാലത്ത് 5242 കോടി രൂപയായിരുന്നു നീക്കിവെച്ചിരുന്നത്. എന്നാൽ കഴിഞ്ഞ LDF സർക്കാർ 2021 കാലാവധി അവസാനിച്ച സർക്കാർ, ആ സർക്കാർ 10,697 കോടി രൂപ ചെലവഴിക്കുകയുണ്ടായി. നേരത്തെ UDF സർക്കാരിന്റെ കാലം ചെലവിട്ടതിന്റെ ഇരട്ടിയിലധികം 5242 അതാണ് 10,697 കോടിയായി മാറി. ഇവിടെ വിപണി ഇടപെടലിന് മാത്രം 2024 വരെ എടുത്താൽ 14,000 കോടി രൂപ സംസ്ഥാന സർക്കാർ ചെലവഴിച്ചിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് ഏറ്റവും വിലക്കുറവ്, വിലക്കയറ്റം ഏറ്റവും കുറവ് കേരളത്തിലാണ് എന്ന് NSOയുടെ കണക്കുകളിൽ വന്നിരിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്ത് 4.25 ലക്ഷത്തോളം മുൻഗണനാ കാർഡുകൾ ലഭ്യമാക്കാനും കഴിഞ്ഞു. നമ്മുടെ സംസ്ഥാനം നല്ല ക്രമസമാധാന നില ഭദ്രമായ ഒരു സംസ്ഥാനമാണ്. രാജ്യത്ത് വർഗീയ സംഘർഷത്തിൻ്റെയും കലാപത്തിൻ്റെയും അന്തരീക്ഷമാണ് പൊതുവിൽ പറയണത്. എന്നാൽ ആ അന്തരീക്ഷമേ ഇല്ലാത്ത ഒരു സംസ്ഥാനമായി കേരളത്തെ നിലനിർത്താൻ നമുക്ക് കഴിയും. ശാന്തമായ പൊതുജീവിതം ഈ കേരളത്തിൽ നയിക്കാൻ സാധിക്കുക. നമ്മുടെ സംസ്ഥാനത്ത് വൈദ്യുതി മേഖലയെടുത്താൽ ലോഡ് ഷെഡിംഗ് ഇല്ല. രാജ്യത്ത് പലയിടത്തും ലോഡ് ഷെഡിംഗ് നടപ്പാക്കുന്ന കാര്യമാണ്. മാത്രമല്ല, വൈദ്യുതിയുടെ പ്രസരണശേഷി വർദ്ധിപ്പിക്കാൻ 10,000 കോടി രൂപയുടെ ട്രാൻസ്മിറ്റ് പദ്ധതിയാണ് നടപ്പാക്കുന്നത്. കേരളത്തിലേക്ക് വരുന്ന വ്യവസായങ്ങൾക്ക് ക്വാളിറ്റി പവർ, ഗുണമേന്മയുള്ള വൈദ്യുതി നാം ഉറപ്പ് കൊടുക്കുന്നു. ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസം വൈദ്യുതിയുടെ കാര്യത്തിൽ വ്യവസായങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്നില്ല. നമ്മുടെ സംസ്ഥാനം ജനങ്ങളെ ദുരിതങ്ങളിൽ സഹായിക്കുന്നതിൻ്റെ ഭാഗമായി ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കൊടുത്ത സഹായം പരിശോധിച്ചാൽ 2011-16 കാലം, ആ കാലത്ത് 808 കോടി രൂപയാണ് ദുരിതാശ്വാസമായി കൊടുത്തിരുന്നത്. എന്നാൽ ഈ കഴിഞ്ഞ 9 വർഷം 8,500 കോടി രൂപയാണ്. അതായത് UDFന്റെ 5 വർഷം 808 കോടി രൂപയാണ്. ഈ കഴിഞ്ഞ 9 വർഷം 8,500 കോടി രൂപയാണ്. നമ്മുടെ സംസ്ഥാനത്ത് ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ചികിത്സാ ധനസഹായം ലഭിച്ചത് 6,80,000 പേർക്ക് ഈ കാലയളവിൽ. ഇവിടെ ക്ഷേമ പെൻഷൻ
കേരളത്തിൽ UDFന്റെ കാലത്ത് 600 രൂപയായിരുന്നു അവസാനം. അതും 18 മാസത്തെ കുടിശ്ശികയായിരുന്നു. 2016 അധികാരത്തിൽ വന്ന LDF സർക്കാരാണ് ആ 18 മാസത്തെയും കുടിശ്ശിക കൊടുത്തു തീർത്തു. ഇപ്പോ നമ്മുടെ സംസ്ഥാനത്ത് 1600 രൂപയാണ് 600 പകരം ക്ഷേമ പെൻഷൻ നൽകുന്നത്. 60 ലക്ഷം പേർക്ക് ആ പെൻഷൻ ലഭിക്കുക. 2011-16 UDF 9,000 കോടി രൂപയാണ് ചെലവഴിച്ചത് ഈ കാര്യത്തിൽ. എന്നാൽ ഈ കഴിഞ്ഞ കാലയളവെടുത്താൽ 72,000 കോടി രൂപ LDF സർക്കാർ ചെലവിട്ടതായി കാണാൻ സാധിക്കും. നമ്മുടെ സംസ്ഥാനത്തെ വീട് സ്വപ്നമായി കണ്ട് ആ സ്വപ്നത്തോടെ മണ്ണടിഞ്ഞു പോയ ഒരുപാട് പേര്, അവർക്ക് വീട് നൽകാനാവുക എന്ന ഉദ്ദേശത്തോടെയാണ് ലൈഫ് മിഷൻ പ്രഖ്യാപിച്ചത്. ഇപ്പോ കേരളത്തിൽ 4.5 ലക്ഷത്തിലധികം വീടുകൾ ലൈഫ് മിഷന്റെ ഭാഗമായി യാഥാർത്ഥ്യമായി കഴിഞ്ഞു. 2011-16 കാലത്ത് 3000 വീടായിരുന്നു. അവിടെയാണ് 4 ലക്ഷത്തിലധികം വീടുകൾ ഈ 9 വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ നമുക്ക് കഴിഞ്ഞു. 5 ലക്ഷമാണ് നേരത്തെ പ്രഖ്യാപിച്ചത്. ബാക്കി വീടുകൾ അതിവേഗതയിൽ ഏതാനും മാസങ്ങൾ കൊണ്ട് പൂർത്തിയാകാനിരിക്കുകയാണ്. പട്ടയം നമ്മുടെ സംസ്ഥാനം പട്ടയം ലഭിക്കാൻ ആഗ്രഹിക്കുന്ന അനേകം ആളുകളുടെ ഒരു നാടാണ്. ആ കാര്യത്തിൽ നല്ല പുരോഗതിയാണ് കേരളത്തിന് നേടാൻ കഴിഞ്ഞത്. അതിൻ്റെ ഭാഗമായി 3,57,000 പട്ടയം ഈ 9 വർഷ കാലയളവിൽ കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഇനിയും വർദ്ധിക്കാൻ പോവുകയാണ്. നല്ല നമ്പറായി ഏതാനും നാളുകൾ കൊണ്ട് തന്നെ വർദ്ധിക്കുമെന്നാണ് നാം കാണുന്നത്. അതിവേഗതയിൽ പട്ടയം കൊടുക്കാനുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കും. നമ്മുടെ കേരള സംസ്ഥാനം അതിദരിദ്ര കുടുംബങ്ങൾ 64,006 കുടുംബങ്ങളാണ് അതിദരിദ്ര കുടുംബങ്ങളായി കണക്കാക്കി. ഇതില് 78% പേരെ അതിദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിപ്പിച്ചു. ഈ വരുന്ന നവംബർ 1 നമ്മുടെ കേരളം അതിദരിദ്ര കുടുംബമെന്ന അവസ്ഥയിൽ ഒരു കുടുംബം പോലും ഇല്ലാത്ത പൂർണ്ണമായി അതിദരിദ്രമുക്തമായ സംസ്ഥാനമായി കേരളം മാറിയെന്ന് പ്രഖ്യാപിക്കുന്ന തീയതിയായി നവംബർ 1 മാറാൻ പോവുകയാണ്. നമ്മുടെ ആരോഗ്യമേഖലയുടെ മെച്ചം പൊതുവിൽ നാട് കാണുന്നുണ്ട്. എങ്ങനെയാ മെച്ചം വന്നത്? കേരളത്തില് 2016 ബജറ്റ് വിഹിതം 665 കോടി രൂപയായി. അതിപ്പോഴെത്രയാ? 2,500 കോടിയോളം രൂപയാണ് ബജറ്റിൽ. അപ്പോ നല്ല രീതിയിലുള്ള മെച്ചപ്പെട്ട അവസ്ഥ പൊതുവിൽ ആരോഗ്യ രംഗത്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി ഫലപ്രദമായി നടപ്പാക്കുന്നു. 73 ലക്ഷം ആളുകൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുകയാണ്. കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസിലൂടെ 612 ആശുപത്രികളിലായി 27 ലക്ഷം പേർക്ക് 2,762 കോടിയുടെ സൗജന്യ ചികിത്സ നൽകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആർദ്രം മിഷനിലൂടെ എല്ലാ പ്രൈമറി ഹെൽത്ത് സെന്ററുകളെയും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നതിന്റെ ഭാഗമായി 886
കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാണ് വരേണ്ടത്. അതിൽ 674 എണ്ണം പൂർത്തിയായി കഴിഞ്ഞു. ബാക്കിയുള്ളവ നല്ല രീതിയിൽ മുന്നോട്ട് പോകും. നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗം 2016 സ്ഥിതി എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. ഇപ്പോ നല്ല നില പൊതുവിദ്യാഭ്യാസ മേഖല ആർജിച്ചു കഴിഞ്ഞു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ നാം ആദ്യ 5 വർഷം നടത്തിയ പ്രവർത്തനം ഇപ്പോ പൊതുവിദ്യാകരണത്തിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഉപപ്രവർത്തനം അടിസ്ഥാന സൗകര്യ വികസനത്തിന് 5000 കോടിയോളം രൂപയുടെ നിക്ഷേപമാണ് ഇവിടെ നടത്തിയത്. ഇതില് 3000 കോടിയോളം കിഫ്ബിയുടെ ഫണ്ടാണ്, 2000 കോടി പ്ലാൻ ഫണ്ടും ഇതര ഫണ്ടുകളും. ഇതിൻ്റെ എല്ലാം ഭാഗമായാണ് സ്കൂൾ എഡ്യൂക്കേഷൻ ക്വാളിറ്റി ഇൻഡെക്സിൽ നീതി ആയോഗ് കേരളമാണ് ഒന്നാമത് എന്ന് തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ മേഖല 2016 ദയനീയമായ സാഹചര്യത്തിലായിരുന്നു. ഇപ്പോ കേരളയും MGയും സർവകലാശാലകൾ നിലക്ക് A++ ഗ്രേഡ് നേടി. കൊച്ചിയും കാലടിയും A+ ഗ്രേഡ് നേടി. NIRFന്റെ പട്ടികയിൽ കേരള സർവകലാശാലയുടെ റാങ്ക് 9ആണ്, കൊച്ചിയുടേത് 10ആണ്, MGയുടേത് 11ആണ്, കാലിക്കറ്റത് 43ആണ്. രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ആദ്യത്തെ 1 ഡസനിൽ 3 എണ്ണം കേരളത്തിൽ നിന്ന് പറയും. രാജ്യത്തെ മികച്ച കോളേജുകളിൽ ആദ്യത്തെ 100 കേരളത്തിലെ 16 എണ്ണമുണ്ട്. ഗവേഷണത്തെ പ്രോത്സാഹിപ്പിക്കാനാണ് നാം നടപടികൾ സ്വീകരിച്ചു പോകുന്നത്. അതിനുള്ള നവകേരള ഫെലോഷിപ്പ്, കൈരളി റിസർച്ച് അവാർഡ്, ഇങ്ങനെ വിവിധ കാര്യങ്ങൾ നാം നടപ്പാക്കി. കേരളത്തിൻ്റെ വികസനം എല്ലാ മേഖലയിലുമാണ്. ഇപ്പോൾ കാർഷിക രംഗം, രണ്ടായിരത്തി 2016 കാർഷിക രംഗത്തെ വളർച്ചാ നിരക്ക് 2%. ദയനീയമായ അവസ്ഥയിൽ അതിപ്പോ 4.64%. നെൽകൃഷി 2016 1,71,000 ഹെക്ടർ സ്ഥലത്ത് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് 2,23,000 ഹെക്ടറിലേക്ക് വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിയും. കഴിഞ്ഞ 2 വർഷം എടുത്താൽ 8,268 ഹെക്ടർ പുതുതായി നെൽകൃഷി ആരംഭിച്ചു എന്ന് കാണാൻ സാധിക്കും. നെല്ലിൻ്റെ ഉൽപാദനക്ഷമത ഹെക്ടറിന് 4.56 ടണ്ണായി വർദ്ധിപ്പിക്കാൻ കഴിയും. നെൽവയൽ 1 ഹെക്ടറിന് റോയൽറ്റിയായി 3000 രൂപ നൽകുന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷം 14,498 ഹെക്ടർ നെൽവയലുകൾക്ക് റോയൽറ്റി ലഭ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് കാണാൻ നമുക്ക് സാധിക്കും. ഇതെല്ലാം കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? നമ്മുടെ സംസ്ഥാനത്തെ വലിയ തോതിൽ കേന്ദ്ര ഗവൺമെന്റ് സഹായിക്കേണ്ടതാണെങ്കിലും അർഹതപ്പെട്ട സഹായം നിഷേധിക്കുന്ന നിലയാണ് പലപ്പോഴും സ്വീകരിച്ചത്. നമ്മളോട് വല്ലാത്തൊരു ശത്രുതാപരമായ നിലപാട് പലപ്പോഴും സ്വീകരിക്കുകയാണ്. ദുരന്തങ്ങളിൽ സഹായമില്ല. ഒരുപാട് ദുരന്തങ്ങൾ നമുക്ക് ഈ കാലഘട്ടത്തിൽ ഏറ്റുവാങ്ങേണ്ടി വന്നു. അതിലൊന്നിലും നമുക്ക് സഹായം ലഭിച്ചു. ഇതെല്ലാം
ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് നമുക്കിങ്ങനെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഇതിൻ്റെ യഥാർത്ഥ അടിസ്ഥാനം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ തനത് വരുമാനം വലിയ തോതിൽ വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. 2016 26% തനത് വരുമാനം, ഇപ്പോഴത് 73% തീർക്കുകയാണ്. അത്ര വലിയ വർധനവ് ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കും. കഴിഞ്ഞ 3 വർഷത്തെ തനത് വരുമാനം എടുത്താൽ 47,000 കോടിയിൽ നിന്ന് 81,000 കോടി രൂപയായി വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിയും. ആകെ തനത് വരുമാനം 55,000 കോടിയിൽ നിന്ന് 1,04,000 കോടിയായി വർദ്ധിപ്പിക്കാൻ നമ്മുടെ സംസ്ഥാനത്തിന് കഴിയും. നാം കടമെന്തോ വല്ലാതെ എടുക്കുകയാണെന്നൊരു പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ പൊതുകടവും ആഭ്യന്തര ഉൽപാദനവും തമ്മിലുള്ള അന്തരം കുറഞ്ഞു വരികയാണ്. നേരത്തെ അത് 36%, ഇപ്പോഴത് 34% കുറഞ്ഞു. ഇനിയും കുറയാനാണ് പോകുന്നത്. ഇവിടെ ഒരു പ്രത്യേകത, കേന്ദ്രവും സംസ്ഥാനവും കൂടിയാണ് പലതിലും ചെലവുകൾ വഹിക്കേണ്ടത്. ആ കാര്യത്തിൽ കേന്ദ്ര ബാധ്യത കുറഞ്ഞു വരുന്നു, സംസ്ഥാനത്തിന്റെ ബാധ്യത വർദ്ധിച്ചു വരുന്നു. ഇപ്പോൾ കഴിഞ്ഞ സാമ്പത്തിക വർഷം 70% ചെലവും സംസ്ഥാന സർക്കാരാണ് വഹിച്ചത്. ഈ ഏപ്രിൽ തൊട്ടുള്ള വർഷം, സാമ്പത്തിക വർഷം 75% സംസ്ഥാനം വഹിക്കേണ്ടി വരുമെന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് കഴിയുന്നത് നമ്മുടെ ആഭ്യന്തര ഉൽപാദനത്തിൽ വലിയ വർധനവുണ്ടായതിൻ്റെ ഭാഗമായി. ആഭ്യന്തര ഉൽപാദനത്തിന്റെ കണക്കെടുത്താൽ 2016 5,60,000 കോടി രൂപയായിരുന്നു. ഇപ്പോഴത് 13,11,000 കോടി രൂപയാണ്. ആ രീതിയിലുള്ള ഭീമമായ വർധനവ് ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കും. റിസർവ് ബാങ്കിന്റെ കണക്കനുസരിച്ച് പ്രതിശീർഷ വരുമാനം 2016 1,48,000 രൂപ, ഇപ്പോഴത് 2,28,000 രൂപ. ഞാൻ മൊത്തത്തിലുള്ള കേരളത്തിന്റെ പൊതുവായൊരു ചിത്രം ചെറിയ തോതിൽ അവതരിപ്പിക്കാനാണ് ശ്രമിച്ചത്. ഇതിൽ വലിയ തോതിൽ പുരോഗതി നേടാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിന് അടിസ്ഥാനമായി നിന്നത് നാടും ജനങ്ങളും നൽകിയ പിന്തുണയാണ്. നാടിൻ്റെ ഒരുമയും ജനങ്ങളുടെ ഐക്യവും. ഇവിടെ ഒന്നും അസാധ്യമല്ല എന്ന സാഹചര്യം നാം സൃഷ്ടിച്ചു. ആ നില ഇനി അങ്ങോട്ടും ഈ ഒരുമയും ഐക്യവും നിലനിർത്തിക്കൊണ്ടുള്ള പിന്തുണ സർക്കാരിന് ഉണ്ടാകണം എന്നാണ് ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. കുറച്ച് ദീർഘിച്ചു എന്നറിയാം, എങ്കിലും ഇത്രയും കാര്യങ്ങളെങ്കിലും നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചില്ലെങ്കിൽ മോശമാണല്ലോ എന്ന് കരുതുന്നതുകൊണ്ടാണ് അത്രയും സമയം ഞാൻ എടുത്തത്. ബാക്കി കാര്യങ്ങൾ നിങ്ങളുടെ അഭിപ്രായം വ്യക്തമായി പ്രകടിപ്പിക്കുക. പലതും അതിനുശേഷം പറയാനുണ്ടെങ്കിൽ അപ്പോൾ പറയാം എന്നുകൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദനം.